മതസൗഹാർദ്ദത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും നിലപാടുകളാണ് SNDP എല്ലാ കാലത്തും ശ്രീനാരായണ ദർശനത്തെ അടിസ്ഥാനപ്പെടുത്തി ഉയർത്തി പിടിക്കുന്നത്. എന്നാൽ BDJS-ൻ്റെ രൂപീകരണത്തോടെ BDJS-നെ ഒരു ഉപകരണമായി ഉപയോഗിച്ച് RSS-ൻ്റെ അജണ്ട SNDP മേഖലയിൽ കാവ്യവൽക്കരണം പൂർത്തിയാക്കാനാണ്. ഇതാണ് ഞങ്ങൾ ഉയർത്തിയ വിമർശനം. ചാതുർവർണ്ണ വ്യവസ്ഥ അടിസ്ഥാനപ്പെടുത്തിയ ഭരണഘടന വേണം, മനുസ്മൃതിയായിരിക്കണം അതിൻ്റെ അന്തർധാര എന്ന് RSS ആണ് വ്യാപകമായിട്ട് ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത്. 18ാം ലോകസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി 2/3 ഭൂരിപക്ഷം നേടാൻ 370 മുതൽ 430 വരെ സീറ്റ് BJP ഒറ്റയ്ക്ക് കരസ്ഥമാക്കുമെന്ന പ്രചരണമാണ് അവർ സംഘടിപ്പിച്ചത്. എന്തായിരുന്നു ഉന്നം എന്ന് എല്ലാവർക്കും അറിയാം. അത് ഭരണഘടനയെ അവരാഗ്രഹിക്കുന്നത് പോലെ മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു. അത് മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തി ചാതുർവർണ്ണ വ്യവസ്ഥ കൈകാര്യം ചെയ്യുന്ന ഒരു ഭരണഘടന, അതായിരുന്നു RSS-ൻ്റെയും BJP-യുടെയും പരിപാടി. ഏതായാലും ഇന്ത്യൻ ജനത അവരുടെ ഈ അജണ്ട തിരിച്ചറിഞ്ഞ് അതിനെതിരായി നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ BDJS വഴി BJP-യിലേക്ക് ചാതുർവർണ്ണ വ്യവസ്ഥയ്ക്ക് വേണ്ടി നിരന്തരമായി വാദിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി SNDP-യിൽ കാര്യങ്ങൾ നിർവഹിക്കപ്പെടുന്ന സാഹചര്യം വരുന്നതിനെയാണ് ഞങ്ങൾ ശക്തിയായിട്ട് വിമർശിച്ചത്. ആ വിമർശനം ഇനിയും തുടരും. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസ്ഥാനം മതനിരപേക്ഷ ഉള്ളടക്കമുള്ള പ്രസ്ഥാനം. അതിനെ കാവ്യവൽക്കരിക്കാൻ അനുവദിക്കില്ല എന്ന നിശ്ചയദാർഢ്യത്തോടുകൂടി നിലപാട് സ്വീകരിക്കേണ്ട അവരെ തന്നെയാണ്. ആ നിലപാട് അവർ സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇതേപോലെ തന്നെ മറുഭാഗത്ത് മുസ്ലിം ലീഗ് മതരാഷ്ട്രവാദികളുമായി യോജിച്ച് പ്രവർത്തിക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെ ആശ്രയ നേതൃത്വമായി മതരാഷ്ട്രവാദികൾ SDPI, ജമാഅത്തെ ഇസ്ലാമി, അതിൻ്റെ പോപ്പുലർ ഫ്രണ്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശക്തമായ ഗൗരവമുള്ള ഒരു പ്രശ്നം. ഈ നിലപാടിനെ ശക്തിയായിട്ട് തുറന്നു കാണിക്കുക എന്നുള്ളതും ഈ സന്ദർഭത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ഭാഗത്ത് ഭൂരിപക്ഷ വർഗീയത, സ്വത്തുരാഷ്ട്രീയം കൂടിച്ചേർത്ത് ജാതി സംഘടനകൾക്കകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളം കടക്കാതെ അറിയായി ഓരോന്നിനെയും സംഘടിപ്പിക്കുകയും എന്നാൽ ഓരോന്നോരോന്നായി വർഗീയവൽക്കരിക്കുകയും ചെയ്യുന്ന സമീപനം, അതിനെ അതിശക്തിയായിട്ട് എതിർക്കും. വർഗീയ ശക്തികൾ പരസ്പരം ശക്തിപ്പെടുകയാണ് ചെയ്യുന്നത്, പരസ്പരം കുറ്റപ്പെടുത്തിയിട്ട്. അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം. ഒരു ഭാഗത്ത് ഭൂരിപക്ഷ വർഗീയതയും മറുഭാഗത്ത് ന്യൂനപക്ഷ വർഗീയതയും, ഒപ്പം UDF. ഇത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ പരസ്പരം ശക്തിപ്പെടുത്തുന്ന നിലപാട് ഈ രണ്ട് വർഗീയതകൾ തമ്മിലുള്ള മത്സരം ഇവർക്ക് രണ്ടിനും അനുകൂലമായി രൂപപ്പെടും എന്നുള്ളതാണ് വസ്തുത.